പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വിളക്ക് കൊളുത്തിക്കൊണ്ട് പുതിയൊരു ജീവിതത്തിന് തുടക്കം ഇട്ടിരിക്കുകയാണ് ഇപ്പോൾ അഭിഷേകും അതുപോലെ തന്നെ ഇഷയും. ഇനി ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടാവുകയില്ല എന്ന് ഉറപ്പിക്കുകയും ചെയ്യുന്നു അവർ. പക്ഷേ ഇതേ സമയമാണ് ഈ കാര്യങ്ങൾ രാഹുലും കൂട്ടരും അറിയാനിടയാകുന്നത്. പുതിയൊരു ജീവിതം അല്ലേ നടന്നത് തന്നെ. അവളുടെ ജീവിതം ഞാൻ തകർക്കും, ആ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. സ്വത്തുക്കൾ നമ്മുടെ കയ്യിലേക്ക് തന്നെ കൊണ്ടുവരും, അത് ഉറപ്പ് തന്നെയാണ്. തൽക്കാലം ദേവബാലയെ ഉപയോഗിച്ചുള്ള നീക്കങ്ങളാണ് മുന്നിലേക്ക് കൊണ്ടുപോകേണ്ടത്. ആ കുട്ടിയെ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് സോനം ചോദിച്ചതിനെ തുടർന്ന് എന്തായാലും രാഹുലിനെ ആദ്യം അവളിൽ നിന്ന് അടർത്തി മാറ്റുകയാണ് വേണ്ടത്. പക്ഷെ ഇപ്പോൾ ആ പോലീസുകാരൻ അഭിഷേകിന്റെ കൂടെ നിൽക്കുന്നത് കൊണ്ടാണ് അഭിഷേകിന് ഇത്ര ധൈര്യം. നമ്മൾ ആദ്യം ആ ധൈര്യമാണ് തകർക്കേണ്ടത്. ആ ധൈര്യം ഇല്ലാതായാൽ പിന്നെ കാര്യങ്ങൾ നമ്മൾ വിചാരിച്ചതുപോലെ എളുപ്പത്തിൽ മുന്നിലേക്ക് പോകും. അപ്പോ എങ്ങനെയാണ് കാര്യങ്ങൾ, എന്താണ് ചെയ്യേണ്ടത്? നീ പറ, അതിനനുസരിച്ച് നമുക്ക് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകാം. ആദ്യം ആ പോലീസുകാരനെ ഒന്ന് ഒതുക്കണം. അത് കഴിഞ്ഞ് വേണം ദേവബാലയെ ഉപയോഗിച്ച് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകാൻ. നമ്മൾ വിചാരിച്ചതുപോലെ ദേവബാല ചെയ്യും. അവൾക്ക് അതിനുള്ള ബുദ്ധിയേയുള്ളൂ. അവളെ ഉപയോഗിച്ചുകൊണ്ട് ആ കുഞ്ഞിനെ ഇല്ലാതാക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇഷയെയും അവൾ ഇല്ലാതാക്കും. അങ്ങനെയായാൽ കാര്യങ്ങൾ വളരെ എളുപ്പമായിരിക്കുമല്ലോ. അതാണ് ഇപ്പോൾ ഞാൻ ആലോചിക്കുന്നത്. വിചാരിച്ചതുപോലെ കാര്യങ്ങൾ കൃത്യമായി നടക്കണം. അതിനു വേണ്ടി ഇനി നമ്മൾ കാത്തിരിക്കുകയാണ് വേണ്ടത്. ശരിയാ, നീ പറഞ്ഞതിലും കാര്യമുണ്ട്. അതുകൊണ്ട് ഇനി ദേവബാലയെ പ്രകോപിപ്പിച്ച് ഒരു കൊലയാളിയാക്കി മാറ്റണം. അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ നടത്തിക്കോളൂ എന്നുള്ള നിർദ്ദേശം നൽകിയിരിക്കുകയാണ് സോനം. ഇതേ സമയം റാംമോഹൻ ആകട്ടെ രാഹുലിനെ തിരിച്ചടിക്കണം എന്ന് ഉറപ്പിച്ചുകൊണ്ട് നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയും അഭിഷേകിന്റെ അടുത്ത് സ്നേഹത്തോടെ പെരുമാറി തുടങ്ങുകയും ചെയ്തിരിക്കുകയാണ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.